ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളതാണ്. ഏതാണ്ട് ആളുകൾക്ക് ഇവരുടെ രൂപം പിടികിട്ടിയിട്ടുണ്ട്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. താജ്മഹലല്ല, അത് തേജോ മഹാലയമാണ് എന്നുള്ള രീതിയിൽ കുറേയായി അവർ അത് പറയാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ചുവട്ടിലുള്ള പിന്നെ ലിംഗം തരയാൻ പുതിയ ഫാഷൻ അതാണല്ലോ, എല്ലായിടത്തും കൊണ്ടുപോയി ലിംഗം തരയുന്ന പരിപാടിയാണല്ലോ. വിനോദത്തോട് ഞാൻ പറയുന്നത് എന്താണ്, വിനോദ രാഷ്ട്രീയം അല്ലെങ്കിൽ ശരിക്കും എന്താണ് ഇതിൻ്റെ കഥകൾ അറിയാനിട്ടാണ്? അങ്ങനെയല്ല, കഥകൾ അറിയാഞ്ഞിട്ടല്ല. അതായത് കഥകൾ നിങ്ങൾക്ക് അറിയാനിട്ടാണ്. അതായത് ഇത് ഇങ്ങനെയല്ല ചരിത്രം, ഞങ്ങൾ പറയുന്നതാണ് ചരിത്രം, അതാണല്ലോ ചരിത്രം. അങ്ങനെ നിങ്ങൾ ആ ചരിത്രം കേട്ടാൽ മതി, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. അവിടെയാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം, അതിനു മുമ്പുള്ള മുഗളൻ കാലഘട്ടം, അതിനും മുമ്പുള്ള ബുദ്ധ കാലഘട്ടത്തെ സംബന്ധിച്ച് അവർ സൈലൻ്റാണ്. 500 അല്ലല്ലോ. അല്ല, അങ്ങോട്ടേക്ക് പോയാൽ പ്രശ്നമാണ്. ഫസ്റ്റ് അതിൻ്റെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന പൗരന്മാരായ എല്ലാവരുടെയും സമ്പത്താണ്, സ്വത്താണ്, സ്വന്തമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. സ്വാമികൾ ഭരിക്കാൻ പാടില്ല, ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഞാൻ. കാര്യം അവർക്ക് ഭരിക്കാനല്ല, അവർക്ക് സാഹോദര്യവും സ്നേഹവും ഒക്കെ ശരിക്കും പ്രചരിപ്പിക്കാനാണ്. അതൊരു വേഷം മാത്രമാണ് ബാബു. നമസ്കാരം. കുറേ ദിവസങ്ങളായി താജ്മഹലിൽ എന്തുകൊണ്ടാണ് കൈവയ്ക്കാത്തത് എന്നാണ് ആളുകൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് ഞാൻ ഈ താജ്മഹൽ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കണ്ട ആളുകളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളതാണ്. ഏതാണ്ട് ആളുകൾക്ക് ഇവരുടെ രൂപം പിടികിട്ടിയിട്ടുണ്ട്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. അപ്പോൾ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അംശം ദേശമൊക്കെ കുറച്ച് ചെറുതായിട്ട് കൂടി പോകുന്നുണ്ട് എന്നുള്ളൊരു സംശയം. വിനോട്ടാ, ഇത്തരം രീതിയിലേക്ക് എന്താണ് ശരിക്കും താജ്മഹലിൻ്റെ കാര്യത്തിൽ? താജ്മഹൽ തൊടില്ല എന്ന് വിചാരിച്ചാൽ നമ്മളല്ലേ, പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം തൊടും എന്ന് വിചാരിച്ച ആളുകളുണ്ട്, അതിൽപ്പെട്ട ആളുകളൊക്കെ നമ്മൾ. അല്ല, താജ്മഹലല്ല, അത് തേജോ മഹാലയമാണ് എന്നുള്ള രീതിയിൽ കുറേയായി അവർ അത് പറയാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ചുവട്ടിലുള്ള പിന്നെ ലിംഗം തരയാൻ പുതിയ ഫാഷൻ അതാണല്ലോ, എല്ലായിടത്തും കൊണ്ടുപോയി ലിംഗം തരയുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അവിടെയും ഒരു ക്ഷേത്രമുണ്ടായിരുന്നെന്നും അത് തേജോ മഹാലയമാണെന്നും ഒക്കെയായിരുന്നു പിന്നെ ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികൾ താജ്മഹലിനെ കുറിച്ച്. ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ആർക്കിടെക്ചറിൻ്റെ സ്വഭാവത്തിൽ പറഞ്ഞാൽ അനുപമ സുന്ദരമായ ഒരു കാവ്യ ശില്പം പോലെയാണ് ആ താജ്മഹൽ എന്ന് പറയുന്ന കെട്ടിടം. അതൊരു പ്രണയത്തിൻ്റെ സ്മാരകം എന്നുള്ള നിലയിൽ, സ്നേഹത്തിൻ്റെ സ്മാരകം എന്നുള്ള നിലയിലൊക്കെ അറിയപ്പെട്ട, ലോകം മുഴുവൻ ഇന്ത്യയെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ഈ പറയുന്ന തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം മുഗൾ കിങ്ഡം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതും അവർ നൂറ്റാണ്ടുകൾ ഈ രാജ്യത്തെ ഭരിച്ചിരുന്നു എന്നതും എങ്ങനെ മായ്ച്ചാൽ മായുന്നതാണ്. അതിൻ്റെ ചരിത്രം, അതിൻ്റെ ശേഷിപ്പുകൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാൽ, എസ്പെഷ്യലി നമ്മൾ ഡൽഹി ചെന്നാൽ, മുഗൾ ഭരണകൂടത്തിൻ്റെ എന്തെല്ലാം മനോഹരമായ സൗധങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതൊക്കെ ഇത്തരത്തിൽ മാറ്റി തീർക്കുക എന്നുള്ളത് ഏത് ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും എന്ത് തരം രാഷ്ട്രീയ യുക്തിയാണ് ഇതിന് പ്രയോഗിക്കുന്നത് എന്നൊന്നും. എന്തായാലും വിനോദത്തോട് ഞാൻ പറയുന്നത് എന്താണ്, വിനോദ രാഷ്ട്രീയം അല്ലെങ്കിൽ ശരിക്കും എന്താണ് ഇതിൻ്റെ കഥകൾ അറിയാനിട്ടാണ്? അങ്ങനെയല്ല, കഥകൾ അറിയാഞ്ഞിട്ടല്ല. അതായത് കഥകൾ നിങ്ങൾക്ക് അറിയാനിട്ടാണ്. അതായത് ഇത് ഇങ്ങനെയല്ല ചരിത്രം, ഞങ്ങൾ പറയുന്നതാണ് ചരിത്രം, അതാണല്ലോ ചരിത്രം. അങ്ങനെ നിങ്ങൾ ആ ചരിത്രം കേട്ടാൽ മതി, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ ചരിത്രം വളച്ചൊടിച്ച് പ്രസന്റ് ചെയ്യാണ്. ഇത്ര കാലമായിട്ടുള്ള ചരിത്രമല്ല ചരിത്രം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അല്ല, ഇത്തരം രീതിയിലേക്ക് വിനോദേട്ടൻ പറയുന്നത് ചരിത്രമല്ല, നമ്മൾ പറയുന്നത് ചരിത്രമല്ല. അതായത് താജ്മഹൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിച്ച ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇത്തരം ഇതിലേക്ക് ചരിത്രങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല ചരിത്രം, ഞങ്ങൾ പറയുന്ന ചരിത്രം നിങ്ങൾ കേട്ടാൽ മതി. അല്ല, അതിന് അവർ പറയുന്ന ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ സ്വതന്ത്രയായിരുന്നു. ഇന്ത്യ സ്വതന്ത്രയായ സമയത്ത് ഇന്ത്യയുടെ ഒരു ചരിത്ര നിർമ്മിതിക്ക് വേണ്ടി ഹിസ്റ്ററി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഈ പറയുന്ന തരത്തിൽ വലിയ ചരിത്രബോധവും വിശ്വ ചരിത്രാവലോകനമൊക്കെ നടത്തിയ ഒരു മനുഷ്യനാണ്. കേവലം ഒരു രാഷ്ട്രീയക്കാരനായി അങ്ങനെ വന്ന ഒരു പ്രധാനമന്ത്രിയായി വന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച കൃത്യമായ ബോധ്യമുണ്ടായി.
ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നും ലോകം എവിടെ നിന്നാണ് വന്നതെന്നും ലോകം എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്നും എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഈ ഹിസ്റ്ററി കൗൺസിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി കൗൺസിൽ രൂപീകരിച്ച് അവർ ഇന്ത്യക്ക് വേണ്ടി, അതിനു മുമ്പുണ്ടായിരുന്ന ഒരു കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ ബ്രിട്ടീഷ് അധീനതയിലുള്ള ഇന്ത്യയുടെ ഒരു ചരിത്ര നിർമ്മിതിയുണ്ട്. ആ ചരിത്ര നിർമ്മിതിയിൽ ബ്രിട്ടീഷുകാർക്ക് അനുസൃതമായ, അവർക്ക് ഹിതകരമായ രീതിയിലാണ് ചരിത്രത്തെ വ്യാഖ്യാനിച്ചിരുന്നത്. അങ്ങനെയാണ് ഭരണകൂടം ഏത് കാലഘട്ടത്തിലാണെങ്കിലും അവർക്ക് ഹിതകരമായ രീതിയിൽ ചരിത്ര ആഖ്യാനം നടത്തും, ചരിത്ര നിർമ്മിതി നടത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ, ഇപ്പോൾ ഉദാഹരണത്തിന് 1857 സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യം അതിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്നതും പുസ്തകമെഴുതുന്നതും വി.ഡി. സവർക്കറാണ്. 1857 ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള റിവോൾട്ട് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞത് അതിനെ ശിപായി ലഹള എന്നായിരുന്നു, ശിപായിമാരുടെ ഒരു ലഹള. പക്ഷേ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയും ഝാൻസി റാണി ഉൾപ്പെടെയുള്ള അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള നാട്ടുരാജ്യങ്ങളെ സംബന്ധിച്ച ഒരു താല്പര്യ സംരക്ഷണം മാത്രമായിരുന്നു പിന്നെ ഒരു റിവോൾട്ടിലേക്ക്, ആ ഒരു ലഹളയിലേക്ക് നയിച്ചത് എങ്കിൽ പോലും അതിനെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ അതൊരു ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ വി.ഡി. സവർക്കറാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി 1857 ഈ പറയുന്ന സൈനിക കലാപം മാറുന്നത്. അന്നത്തെ രാജാക്കന്മാരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങൾ അതിൻ്റെ ഒരു പരിണതി, ആ ഒരു റിവോൾട്ട് ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് ഒടുവിൽ അവർ വിജയം ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനം വീണ്ടും അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ വീണ്ടും രാജാവായി വാഴിക്കുന്നതായിരുന്നു ആ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വി.ഡി. സവർക്കർ പറഞ്ഞ ആ ഒരു സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പ്രക്ഷോഭത്തിൻ്റെ പരിണതി. അതിൻ്റെ ഒടുവിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അന്ന് ഈ പറഞ്ഞ ജനകീയമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചരിത്ര നിർമ്മിതി പല ഘട്ടങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ അനുകൂലമായി, ഭരണത്തിന് അനുകൂലമായി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ചരിത്രത്തിനൊരു പ്രശ്നമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് ഇവിടെ അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുമ്പോഴും കുറേ ദൂരെ ചെന്ന് നമ്മൾ അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുമ്പോഴും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റണം, യുക്തിഭദ്രമായി ന്യായീകരിക്കാൻ പറ്റണം. പക്ഷേ അങ്ങനെയുള്ള ഒരു അടിസ്ഥാനം ഇവിടെ ഏത് തരത്തിലാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഈ താജ്മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള കൗതുകം. താജ്മഹലിനെ കുറിച്ച് മാത്രമല്ലല്ലോ, താജ്മഹലിൽ ശരിക്കും ഇപ്പോൾ വന്നൊരു പ്രസ്താവന, ശരിക്കും എൻ്റെ സൗണ്ട് പോയി കിടക്കുവാണ്. എന്താണ് പ്രസ്താവന, ശരിക്കും വിവരിക്കാമോ? ശരിക്കും അല്ല, താജ്മഹൽ ഇതാണ്, തേജോ മഹാലയമാണ്. അത് പിന്നെ തിരിച്ചു കിട്ടണം. അതായത് 500 വർഷത്തിലധികമായി ഇന്ത്യയിൽ ഈ പറയുന്ന ഹിന്ദു പിന്നെ മേധാവിത്വം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ 500-600 വർഷം മുമ്പുള്ള ചരിത്രത്തെ ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് എന്നാണ് ഇപ്പോഴുള്ള ഹിന്ദുത്വ ശക്തികൾ പറയുന്നത്. അവിടെയാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം, അതിനു മുമ്പുള്ള മുഗളൻ കാലഘട്ടം, അതിനും മുമ്പുള്ള ബുദ്ധ കാലഘട്ടത്തെ സംബന്ധിച്ച് അവർ സൈലൻ്റാണ്. 500 അല്ലല്ലോ, അങ്ങോട്ടേക്ക് പോയാൽ പ്രശ്നമാണ്. അങ്ങോട്ടേക്ക് പോയാൽ പ്രശ്നമാണ്. അവിടെയാണ് പ്രകാശ് എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയനായ നടൻ, അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കുഴിച്ചു ചെന്നാൽ ഒരു പക്ഷേ അവിടെ ലിംഗം കണ്ടേക്കാം, പക്ഷേ വീണ്ടും കുഴിച്ചു ചെന്നാൽ അവിടെ അത് ബുദ്ധവിഹാരമായിരിക്കും എന്ന് പ്രകാശ് രാജ് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാര്യം അതാണ്. അപ്പോൾ ചരിത്രം അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം മുഗളന്മാർ ഇന്ത്യയിലേക്ക് വന്നു, മുഹമ്മദ് ഗോറിയോ മുഹമ്മദ് ഗസ്നിയോ ഇന്ത്യയിലേക്ക് വന്നു, അതിനുശേഷം ഇവിടെ ഈ പറയുന്ന തരത്തിലുള്ളൊരു ഇൻവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മുസ്ലിം പിന്നെ മതത്തിൻ്റെ ഒരു വ്യാപനമുണ്ടായി, അതിനുശേഷം സൽത്തനത്ത് ഉണ്ടായി, ഖിൽജി രാജവംശമുണ്ടായി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജവംശങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് മുഗൾ കിങ്ഡം ഉണ്ടായി. മുഗൾ കിങ്ഡത്തിൻ്റെ ഫ്ലറിഷായി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സാമ്രാജ്യമായി മുഗൾ സാമ്രാജ്യം മാറുന്നതും പിന്നെ അതിൻ്റെ ഒരു ഉയർച്ച, പിന്നെ അതിൻ്റെ താഴ്ച, ആ താഴ്ചയുടെ ഘട്ടത്തിൽ അവസാനത്തെ ശ്രദ്ധേയനായ ചക്രവർത്തി എന്നുള്ള നിലയിൽ നമുക്ക് ഔറംഗസീബിനെ കണക്കാക്കാമെങ്കിൽ ആ ഘട്ടത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ, അതിനു മുമ്പ് ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, അങ്ങനെയാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലേക്ക് ഇന്ത്യ മാറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഘട്ടത്തിലൊക്കെ ചരിത്രത്തിൻ്റെ തിരുത്തലുകൾ നടന്നിട്ടുണ്ട്. വിനോട്ട്, ഇതിൽ തിരുത്തുകൾ പല ലെവലിലേക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇത്തരം രീതി, അതായത് ഞാൻ പറയുന്നത് ഇതൊന്നും സംസാരിക്കേണ്ട എന്നല്ല പറയുന്നത്, ഇത്തരം രീതിയിലേക്ക്, അതായത് ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കാതെ
മറ്റുള്ള സംഭവങ്ങളൊക്കെ, അതായത് നമുക്ക് വൈകാരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. അല്ല, നമ്മൾ ഇതിനെ ഇപ്പോൾ പ്രത്യേകം ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ കാണേണ്ടതില്ല. ഇതേപോലെ ഹിന്ദു മതത്തിൻ്റെ നവോത്ഥാനം നടന്നതായി നമ്മൾ ചരിത്രത്തിൽ വായിച്ച ഒരു കാലഘട്ടമാണ് ഗുപ്ത പീരിയഡ്. ബുദ്ധമതത്തിൻ്റെ അല്ലെങ്കിൽ ജൈനമതത്തിൻ്റെ ഒക്കെ സ്വാധീനം ഇന്ത്യയിൽ ഇങ്ങനെ വളർന്ന് അശോകൻ്റെ, കനിഷ്കൻ്റെ, ഹർഷൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഗുപ്ത പീരിയഡ്, അതിനെ റിനൈസൻസ് ഓഫ് ഹിന്ദുയിസം എന്ന് പറയാറുണ്ട്. അതായത് ഹിന്ദു മതത്തിൻ്റെ ഒരു നവോത്ഥാന കാലഘട്ടം, ശങ്കരാചാര്യരുടെ ഒക്കെ ഒരു കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഹിന്ദു മതത്തിന് നവോത്ഥാനമുണ്ടായി എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. ഇന്ന് മഹാഭാരതവും രാമായണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകളെ സംബന്ധിച്ച് പറയുന്ന, അതിനോട് കിടപിടിക്കാൻ കഴിയുന്ന അത്ര തന്നെ മൂല്യവത്തായ പാലി ഭാഷയിൽ എഴുതിയ, സംസ്കൃതമല്ല, പാലി ഭാഷയിൽ എഴുതിയ സ്ക്രിപ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട പിന്നെ സ്ഥാപനങ്ങൾ, ആലയങ്ങൾ, അങ്ങനെ എല്ലാം നശിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ഗുപ്ത പീരിയഡ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചരിത്രവും അതിൻ്റെ ശേഷിപ്പുകളെയും തകർക്കുകയും ആ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നെ പഠനങ്ങൾ, അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ മാത്രം സംഭവിക്കുന്നതല്ല. ഉദാഹരണത്തിന് നമ്മുടെ ശബരിമലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 വാദങ്ങളുണ്ട്. ഒന്ന്, അത് ഒരു വനക്ഷേത്രം, കാവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആരാധനാ കേന്ദ്രമാണെന്നും അത് ആ രീതിയിൽ വനവാസികളായിട്ടുള്ള ആളുകളുടെ ഒരു ആരാധനാ കേന്ദ്രമാണെന്നുള്ള രീതിയിലുള്ള ഒരു പിന്നെ വാദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ബുദ്ധക്ഷേത്രമായിരുന്നു, അത് ബുദ്ധവിഹാരമായിരുന്നു. കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു ബുദ്ധമതത്തിന്. കേരളത്തിലെ പല ഭാഗങ്ങളിലും ബുദ്ധ കേന്ദ്രങ്ങൾ, ജൈന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിവർത്തനം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമലയെക്കുറിച്ച് പറയുന്നത് ബുദ്ധക്ഷേത്രമായിരുന്നു. അത് പിന്നീട് ഈ പറയുന്ന ഹിന്ദുക്കൾ അത് പിടിച്ച് എടുക്കുകയും ബുദ്ധനെ തന്നെ പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് നമ്മളിപ്പം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു ചിത്രത്തിൽ ദശാവതാരങ്ങളിൽ ബലരാമനെ ഒഴിവാക്കി. നമ്മളൊക്കെ പഠിച്ച ദശാവതാരങ്ങളിൽ 9 അവതാരങ്ങളാണ്, 10ാമത്തെ അവതാരം വരുന്നു കൽക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി കൽക്കി വന്നോന്നറിയില്ല. എന്തായാലും ആ 9 അവതാരങ്ങളിൽ ഒന്ന് ബലരാമനായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികളുടെ ഒരു കലണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ ചിത്രത്തിൽ ബലരാമന് പകരം അവിടെ ചേർത്തിരിക്കുന്നത് ബുദ്ധനെയാണ്. ബുദ്ധൻ യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിലെ വിഗ്രഹാരാധനയ്ക്കെതിരെ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന പ്രീസ്റ്റ്ഹുഡിൻ്റെ, പൗരോഹിത്യത്തിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായ ജീർണതകൾക്കെതിരെ അതിശക്തമായി ബലിക്കെതിരെ, മൃഗബലി ഉൾപ്പെടെയുള്ള ബലിക്കെതിരെ, ഇതിനൊക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാട്, അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു മതം ഇന്ത്യയിൽ സ്ഥാപിച്ച അല്ലെങ്കിൽ ആ ഒരു ദർശനം മുന്നോട്ട് വെച്ച ഒരാളായിരുന്നു ബുദ്ധൻ. പക്ഷേ ഈ പറയുന്ന ഈ ഗുപ്ത പീരിയഡിൽ അല്ലെങ്കിൽ ശങ്കരാചാര്യരൊക്കെ നേതൃത്വത്തിൽ നടന്ന റിനൈസൻസിൻ്റെ കാലത്ത് എന്ത് ചെയ്തു? ബുദ്ധനെ തേച്ച് കഴുകി ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാക്കി, ഹിന്ദു മതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അതിനു മുമ്പ് ഈ പറയുന്ന ബ്രാഹ്മണന്മാർ, പൂണൂൽ ധരിച്ച ഈ വർണ്ണവ്യവസ്ഥയിൽപ്പെട്ട ആളുകളൊക്കെ അതിനു മുമ്പ്, ബുദ്ധൻ്റെ കാലഘട്ടത്തിന് മുമ്പ് ഈ പറയുന്ന നോൺ വെജ് ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, അങ്ങനെ പറയുന്നു. നോൺ വെജ് ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷേ ബുദ്ധനെ സ്വാംശീകരിക്കുന്നതിൻ്റെ ഭാഗമായി ബുദ്ധൻ മുന്നോട്ട് വെച്ച അഹിംസയെ സ്വാംശീകരിച്ചുകൊണ്ട്, നോൺ വയലൻസിനെ സ്വാംശീകരിച്ചുകൊണ്ട് ഇവർ പിന്നീട് പതുക്കെ ഈ പറയുന്ന നോൺ വെജിൽ നിന്ന് വെജിലേക്ക് മാറുകയാണ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നിട്ട്, പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇന്ത്യയുടെ ഒരു ഭരണഘടന ഇവിടെ നിലനിൽക്കുന്നു. ഇന്ത്യ ഇവിടെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ കഴിയുന്നവർ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് അല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് അതിൻ്റെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന പൗരന്മാരായ എല്ലാവരുടെയും സമ്പത്താണ്, സ്വത്താണ്, സ്വന്തമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭരണഘടനയുമായി ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണഘടന പ്രകാരം അത് നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജനാധിപത്യ മുറയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് ആ ഭരണഘടനയെ അങ്ങോട്ട് മാറ്റിവെച്ച് അതിൻ്റെ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ അന്തസത്തയെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില അഭ്യാസങ്ങളുമായി പോവുക എന്ന് പറയുന്നത് അവർ പിന്നെ ഭരണഘടനയെ അവർ കണക്കിലെടുക്കുന്നേ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് ശക്തമായ പ്രതിഷേധം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം
അലയടിക്കേണ്ടതുണ്ട്. അത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു വിഷയമല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ വിഷയമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയം ലോകത്തിന് മുന്നിൽ വെച്ച ആ മഹത്തായ ആശയത്തെ ബാധിക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. അതിൽപ്പെട്ടതാണ് ഈ താജ്മഹലാണെങ്കിലും ഈ പറയുന്ന നമ്മളിപ്പോൾ തൃശ്ശൂർ കേട്ടല്ലോ, പാലയൂർ പള്ളിയാണെങ്കിലും അല്ലെങ്കിൽ അർത്തുങ്കൽ പള്ളിയാണെങ്കിലും പുത്തൻ പള്ളി തന്നെയാണെങ്കിലും ഇങ്ങനെ ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയാണ്. 3000 ക്ഷേത്രങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തു വച്ചിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടോ, നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു, ഞങ്ങൾ മഹാഭാരത യുദ്ധത്തിന് കാരണമായത് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കമാണല്ലോ, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള രാജ്യഭരണത്തെ സംബന്ധിച്ച്. അപ്പം രാജ്യഭരണം പകുതി കൊടുക്കണം പാണ്ഡവർക്ക് എന്ന് പറഞ്ഞ് ദൂത് പോയത്, അല്ലെങ്കിൽ അതിന് പഞ്ചായത്ത് പറയാൻ പോയത് കൃഷ്ണനാണ്. കൃഷ്ണൻ അവസാനം 5 നാടുകൾ ചോദിച്ചു, 5 ഗ്രാമങ്ങൾ ചോദിച്ചു, അവസാനം 5 വീടുകൾ ചോദിച്ചു. 5 പേർക്കും കൂടി താമസിക്കാൻ 1 വീട് ചോദിച്ചു. ഇതൊന്നും തരില്ല എന്ന് പിന്നെ കൗരവർ പറഞ്ഞതോടുകൂടിയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത്. അതുപോലെ ഞങ്ങൾ 3 എണ്ണല്ലേ ചോദിച്ചുള്ളൂ എന്നാണ്. 1 അയോധ്യ, മറ്റൊന്ന് കാശി, 3 മധുര. ഈ 3 എണ്ണല്ലേ ചോദിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഈ 3 ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ അതിലൊന്നിപ്പോൾ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. നിയമവിരുദ്ധമായി ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് നിയമവിരുദ്ധമായി ക്രിമിനൽ നടപടിയിലൂടെ 1 പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. തീർച്ചയായും കൂടുതലായിട്ട് മധുര പള്ളിയുടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. സ്വാമിമാർ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്നുള്ള സ്വാമി എന്ന് പറയുന്ന ആൾ, സ്വാമികളൊന്നും ഒരു കാരണവശാലും സ്വാമികൾ ഭരിക്കാൻ പാടില്ല, ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാര്യം അവർക്ക് ഭരിക്കാനല്ല, അവർക്ക് സാഹോദര്യവും സ്നേഹവും ഒക്കെ ശരിക്കും പ്രചരിപ്പിക്കാനാണ്. വേഷം മാത്രമാണ് ബാബു. തീർച്ചയായും. അപ്പോൾ ഇത്തരം ഇതിലേക്കുള്ള ചർച്ചകളൊക്കെ വീണ്ടും ഉണ്ടാവും. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, കൂടുതലായിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എങ്കിലും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതുമായിട്ട് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാമറയുടെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ അതിനുവേണ്ടി മാത്രമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഭരണ നേട്ടങ്ങളോ കോട്ടങ്ങളോ ജനങ്ങളിലേക്ക് അറിയാത്ത രീതിയിലേക്ക് വിവാദമായ പ്രസ്താവനകൾ മാത്രം ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഇന്ത്യയുടെ ജോലി. അപ്പോൾ ഇന്ത്യയിലെ എല്ലാവരുടെയും ജോലി. കാര്യം അതാണ് കുറച്ച് ആളുകൾ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.